കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരചിത്രം പരിശോധിക്കുന്ന 20 ലെറ്ററിലേക്ക് വീണ്ടും സ്വാഗതം. ആറ്റിങ്ങിലാണ് പരിശോധിക്കുന്നത്. ആറ്റിങ്ങൽ പൊതുവിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPIM-ന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ 2019 കോൺഗ്രസിന് വേണ്ടി അടൂർ പ്രകാശ് ഈ മണ്ഡലം പിടിച്ചെടുത്തു. അന്ന് സിറ്റിംഗ് MP ആയിരുന്ന A. സമ്പത്തിനെയാണ് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത്. ഇക്കുറി അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുന്നു. സിറ്റിംഗ് MP-മാരൊക്കെ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIM നിയോഗിക്കുന്നത് വർക്കലയിലെ സിറ്റിംഗ് MLA, തിരുവനന്തപുരത്തെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഒക്കെയായ V. ജോയിയെ. BJP-യും ഒട്ടും മോശമാക്കുന്നില്ല. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് മത്സരിക്കുന്നത്. ത്രികോണ മത്സരമുണ്ട് എന്നാണ് BJP-യുടെ വാദം. പക്ഷേ മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം എന്ന് മാത്രം. ആദ്യം നമുക്ക് അടൂർ പ്രകാശിൻ്റെ സാധ്യതകളാണ് പരിശോധിക്കേണ്ടത്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ജിമോൻ ജേക്കബ് ആണ്. സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിനുള്ള അഡ്വാൻറ്റേജ് അത് എത്രത്തോളമാണ് ശ്രീ ജിമോൻ ജേക്കബ്? രാജീവ് ശങ്കരൻ പറഞ്ഞ പോലെ സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് നല്ല സാധ്യതകൾ ഉള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. കാരണം കാസ്റ്റ് ഇക്വേഷൻസ് 67% ഹിന്ദുക്കൾ, അതിൽ തന്നെ ഭൂരിപക്ഷവും ഈഴവർ. പിന്നെ അടൂർ പ്രകാശിന്റെ ഒരു ശീലി, അത് മണ്ഡലത്തെ എപ്പോഴും നന്നായി നോക്കുന്ന ഒരു MP അല്ലെങ്കിൽ MLA എന്നുള്ള ഒരു സാധ്യത, ഇതൊക്കെ അടൂർ പ്രകാശിനെ തുണയ്ക്കുന്ന സാധ്യതകളാണ്. പക്ഷെ ഇക്കുറി V. ജോയി വരുമ്പോൾ എന്തായിരിക്കും അടൂർ പ്രകാശിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക? അല്ലെങ്കിൽ V. മുരളീധരൻ BJP സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അടൂർ പ്രകാശിനെ കുഴപ്പിക്കുക എന്നുള്ള ചിന്തകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒരു MP-യുടെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ ജയാപജയ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് ഒരു ജേർണലിസ്റ്റിനും സാധിക്കില്ല എന്നുള്ളത് രാജീവ് ശങ്കറിന് അറിയാം. പക്ഷെ എങ്കിൽ പോലും സാധ്യതകൾ സാധാരണഗതിയിൽ അടൂർ പ്രകാശിനെ തുണയ്ക്കേണ്ടതാണ്. കാരണം വലിയ അപകടകരമല്ലാത്ത അല്ലെങ്കിൽ നിലവിലുള്ള MP-മാർ പലരും അഭിമുഖീകരിക്കുന്ന ഈ ആന്റി ഇൻകുംബൻസി ഫാക്ടർ അധികം അപകടത്തിലാകാത്ത ഒരു ജനനേതാവാണ് അടൂർ പ്രകാശ്. പക്ഷെ എങ്കിൽ പോലും അടിയൊഴുക്കുകൾ അടൂർ പ്രകാശിനെ വല്ലാത്ത കുഴപ്പത്തിലാക്കുമോ എന്ന് ഞാൻ സംശയിക്കും. ഇതാണ് ഈ സമയത്ത് ഇതേക്കുറിച്ച് പറയാനുള്ള മറുപടി. റൈറ്റ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ V. ജോയിയുടെ സാന്നിധ്യം. CPIM-ൻ്റെ പട്ടികയിൽ ഒട്ടും ചെറിയ നേതാവല്ല V. ജോയി. വർക്കലയിലെ സിറ്റിംഗ് MLA, ജനബന്ധമുള്ള നേതാവ്, അതുപോലെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി. ഈ മണ്ഡലത്തിൽ വർക്കലയുടെ ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ആറ്റിങ്ങൽ ഒരു വിശാലമായ ലോക്സഭാ മണ്ഡലമാണല്ലോ, അവിടെയൊക്കെ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ V. ജോയിക്ക്? V. ജോയി ഒട്ടും ചെറിയ നേതാവല്ല. ചെറിയ നേതാവല്ല എന്നുള്ളതിനേക്കാൾ ഉപരി CPIM-ന് വലിയ നേതാക്കൾ ഒരുപാട് പേര് ഈ തവണ മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതിനേക്കാൾ ഉപരി V. ജോയിയുടെ വ്യക്തിബന്ധങ്ങൾ, V. ജോയി ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ ജനകീയനായ ഒരു നേതാവാണ്. ഒരു MLA അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള പദവികൾക്കപ്പുറം, അല്ലെങ്കിൽ ആ പദവികളൊക്കെ ഉപേക്ഷിച്ച് ജനങ്ങളെ നേരിട്ട് കാണുകയും
അവരുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അത്തരം നേതാക്കന്മാർ അടുത്ത കാലത്ത് CPM-ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ CPM ആറ്റിങ്ങലിൽ ജോയിയെ നിർത്തിയിരിക്കുന്നത്, ഒരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് ആറ്റിങ്ങൽ പിടിച്ചെടുക്കണം, ഏത് വിധേയനെങ്കിലും അടൂർ പ്രകാശിനെ തോൽപ്പിക്കണം. രണ്ടാമത്തെ വസ്തുതയാണ് മുരളീധരൻ വരുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ജോയിക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങളും ജനകീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധവും ജോയിയെ തുണയ്ക്കുന്ന കാര്യമാണ്, ഒരു സംശയവുമില്ല. നമ്മൾ മുരളീധരൻ്റെ കാര്യം എടുത്താലോ, മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. ആ പകിട്ട് അദ്ദേഹത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിനെത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ മുരളീധരനെ സഹായിക്കുന്ന വിധത്തിലുള്ള ചില ചെറിയ ഘടകങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്ത് പല കാരണങ്ങളാൽ അകപ്പെട്ടുപോയ ആളുകളെ തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് വിദേശകാര്യ സഹമന്ത്രിയായ മുരളീധരൻ ഏറ്റെടുക്കുക സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ആറ്റിങ്ങലിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. 2,41,081 വോട്ടാണ് നേടിയത്. 2014 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 14% വോട്ട് അധികമായിട്ട് ശോഭാ സുരേന്ദ്രൻ നേടി. ഈ കേന്ദ്രമന്ത്രി സ്ഥാനം, മോദി പ്രചാരണത്തിനെത്തിയത്, ഇതൊക്കെ വഴി മുരളീധരന് ഈ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഇക്കുറി സാധിക്കുമോ? രാജീവ് ശങ്കരൻ പറഞ്ഞു വളരെ വളരെ BJPയുടെ അവിടുത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് പറഞ്ഞത് വളരെ വസ്തുതയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ 2010 സാഹചര്യവും 2024 സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. 2019 എനിക്ക് തോന്നുന്നു, എൻ്റെ നിരീക്ഷണം ശരിയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഹിന്ദുസ് പത്തനംതിട്ടയ്ക്ക് ശേഷം BJPക്ക് ഉണ്ടായ വലിയ ഒരു ഹിന്ദുസിന്റെ മുന്നേറ്റം പ്രകടമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഈഴവരാണ് ഭൂരിപക്ഷവും. പക്ഷേ ശബരിമലയിൽ സ്ത്രീകളെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് കയറ്റിവിട്ടത് ഒരുപാട് വലിയ പങ്ക് ഈഴവർക്ക്, നായന്മാർക്കല്ല, വലിയ പങ്ക് ഈഴവർക്കും ഗവൺമെന്റിനോട്, പിണറായി ഗവൺമെന്റിനോട് വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ടായി. അതിൽ CPM കുടുംബങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ പല CPM കുടുംബങ്ങളും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആറ്റിങ്ങലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ആറ്റിങ്ങലിൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ഇവിടത്തെ വരവാണ്. BJPക്ക് വോട്ട് ചെയ്തത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് ശബരിമലയിലുണ്ടായ രോഷമാണ്. ഈ രണ്ട് ഘടകങ്ങൾ കൂടാതെ സ്ഥാനാർത്ഥിയായ സമ്പത്തിനോടുള്ള വിരോധവും CPM വോട്ട് അവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോ അത് 2019 സാഹചര്യവും 2024 സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPക്ക് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കിട്ടിയ മൈലേജും, പൊളിറ്റിക്കൽ മൈലേജും, പിന്നീട് കേന്ദ്രമന്ത്രി മുരളീധരന് വഴിയൊരുക്കിയത്. അതായത് ഇക്കുറി മുരളീധരന് ഒരുപക്ഷെ ശോഭ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായും
കാരണം എന്താണെന്ന് വെച്ചാൽ ശിവഗിരി മഠവുമായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പവും ആത്മബന്ധവും അതിന് വി മുരളീധരൻ വഴിയൊരുക്കിയതും അതിനേക്കാൾ ഉപരി വീണ്ടും മോഡി ഗവൺമെന്റ് വരുമെന്നുള്ള വലിയൊരു പ്രചരണവും, ഇതൊക്കെ മുരളീധരന് ചിലപ്പോൾ ഒരു 50,000 വോട്ട് കൂട്ടുന്നതിന് വേണ്ടി സാഹചര്യമെടുക്കും. പക്ഷെ അത് വിജയിക്കുന്നതിനുള്ള ഒരു വോട്ട് ഷെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയാൽ, പഴയ ചിറങ്കീഴ് മണ്ഡലമാണ് ഇന്നത്തെ ആറ്റിങ്ങൽ. അതിൻ്റെ ഘടനയിലൊക്കെ മാറ്റങ്ങളുണ്ട്, പക്ഷേ ചിറങ്കീഴ് മാറിയാണ് ആറ്റിങ്ങലാവുന്നത്. 1971 മുതൽ 1989 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമായിരുന്നു ചിറയൻകീഴ്. വയലാർ രവി, എ റഹീം, തലക്കുന്നിൽ ബഷീർ, അങ്ങനെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി അവിടെ നിന്ന് വിജയിച്ചു. 1991 സുശീല ഗോപാലൻ CPIM-ൽ നിന്ന് മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു. പിന്നെ ചിറയൻകീഴിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല. ചിറയൻകീഴ് മണ്ഡലം മാറി ആറ്റിങ്ങൽ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം 2009-ലും 2014-ലും A സമ്പത്ത് അവിടെ നിന്ന് വിജയിച്ചു. 2019-ൽ സമ്പത്തിനെ തോൽപ്പിച്ചാണ് അടൂർ പ്രകാശ് വിജയിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം 38,247 മാത്രമായിരുന്നു. ഈ 38,247 എന്ന് പറയുമ്പോൾ, അത് മാത്രം എന്ന് പറയുമ്പോൾ, ചിറയൻകീഴ് തുടർച്ചയായി CPM വിജയിച്ചു വന്നപ്പോൾ വളരെ കുറഞ്ഞ മാർജിനേ ഉണ്ടായിരുന്നുള്ളൂ. അത് സുശീല ഗോപാലനാണെങ്കിലും വർക്കൽ രാധാകൃഷ്ണനാണെങ്കിലും A സമ്പത്താണെങ്കിലും മത്സരിച്ച് ജയിച്ചപ്പോഴൊക്കെ ചെറിയ മാർജിനേ ഉണ്ടായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് നേടിയ 38,000-ലധികം വോട്ട് എന്നുള്ളത് വലിയ മാർജിൻ തന്നെയാണ്. പക്ഷേ ആറ്റിങ്ങലിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അത് ഇടതുപക്ഷത്തിനും CPM-നും അനുകൂലമാണ്. ജീമോൻ, നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആറ്റിങ്ങൽ ഇപ്പോൾ വേണമെങ്കിലും ഇടതിന് ജയിക്കാവുന്നൊരു മണ്ഡലം തന്നെയാണ്. തോൽക്കാവുന്ന മണ്ഡലം, അതാണ് കൂടുതൽ ശരി. കാരണം ആറ്റിങ്ങൽ ചരിത്രപരമായിട്ട് പറഞ്ഞാൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിനും വഴിയൊരുക്കിയ ഒരു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ഒരു മണ്ഡലമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ കാലാകാലങ്ങളായി എന്ന് വെച്ചാൽ രാജീവ് പറഞ്ഞ പോലെ കോൺഗ്രസ് ജയിച്ചു, പിന്നീട് CPM-ന്റെ ഒരു ഉറച്ച മണ്ഡലമായി, അത് കഴിഞ്ഞ് തിരിച്ചു പിടിച്ചു. ഇതിൽ നിന്നൊക്കെ ആറ്റിങ്ങൽ പാർലമെന്ററി മണ്ഡലത്തിന്റെ DNA സൂചിപ്പിക്കുന്ന എന്താണ്? DNA സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ആർക്കും നന്നായി പ്രചരണം നടത്തിയാൽ, നല്ല കാൻഡിഡേറ്റ് ഉണ്ടായാൽ ആ മണ്ഡലം എങ്ങോട്ട് വേണമെങ്കിലും മറിഞ്ഞു പോകും. ഇന്നത്തെ സാഹചര്യം എന്താണ്? 3 സ്ഥാനാർത്ഥികളും സുപരിചിതരാണ്. സുപരിചിതർ എന്ന് പറയുന്നത് ജോയ് സുപരിചിതനാണ്, അടൂർ പ്രകാശ് സുപരിചിതനാണ്, മുരളീധരൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോ 3 സ്ഥാനാർത്ഥികൾ, വളരെ സുപരിചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, വളരെ കാലമായിട്ട്, അതിൽ വി ജോയ് മാത്രമാണ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഇല്ലാതെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ബാക്കി 2 പേരും ഏതൊക്കെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ പറ്റുമോ അവരെയൊക്കെ സ്വാധീനിച്ചും പരിചയപ്പെട്ടും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തും ഉള്ള അധികാര സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? വളരെ 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 ലഘുവായിട്ട് പറഞ്ഞു, അപജയങ്ങളെ നിശ്ചയിക്കുന്നത് വി മുരളീധരൻ പിടിക്കുന്ന വോട്ടുകളെ ആസ്പദമാക്കിയിട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, 2 സ്ഥാനാർത്ഥികളും നിർത്തിയിരിക്കുന്നത് ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള
സ്ഥാനാർത്ഥികളെ. അപ്പോൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ആ കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രകടമായ സ്വാധീനമുണ്ട്. പിന്നീട് ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് ഇവർ നേടിയെടുക്കുന്ന വോട്ടുകളാണ് ഇതിന്റെ ഗ്യാപ്പ് നിശ്ചയിക്കും, വിജയത്തിന്റെ മാർജിൻ നിശ്ചയിക്കും. അപ്പൊ അത് സംബന്ധിച്ച് ഇവർക്ക് രണ്ട് മുന്നണികൾക്കും നല്ല ധാരണയുണ്ട്. ഒന്നാമത്, മൂന്ന് മുന്നണികൾക്കും. ഒന്നാമത്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു കാരണവശാലും NDAക്ക് വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത ആ മണ്ഡലത്തിൽ കുറവാണ്. പിന്നീട് വിഭജിച്ചു പോകുന്ന വോട്ടുകൾ അത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ BJPയും ക്രിസ്ത്യൻ മണ്ഡലങ്ങളിലേക്ക്, വോട്ട് ബാങ്കിലേക്ക് ഒരു കടന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സാധ്യതകൾ പരിശോധിച്ചാൽ മുരളീധരൻ പെട്ടിയിലാക്കുന്ന വോട്ടുകൾ അതാണ് വിജയെ നിശ്ചയിക്കുന്നത്. ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല മുരളീധരന് അവിടെ സ്വന്തം നിലയിൽ വിജയിക്കാനാവുന്നു. റൈറ്റ്. നമ്മൾ 2019 വിജയം, അടൂർ പ്രകാശ് നേടിയ വിജയം, അത് ഈ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കണക്കിലെഴുതണോ അതോ അടൂർ പ്രകാശിൻ്റെ കണക്കിലെഴുതണോ എന്നതിലൊരു സംശയമുണ്ട്. അത്ര സമർത്ഥമായാണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ കോന്നിയിൽ അദ്ദേഹം തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മാറിയതോടെ കോന്നി കോൺഗ്രസിന് നഷ്ടമായി. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിക്കാനെത്തുമ്പോൾ അടൂർ പ്രകാശ് ആദ്യമായിട്ട് ഉന്നയിച്ച പ്രശ്നം അവിടുത്തെ ഇരട്ട വോട്ടുകളായിരുന്നു. അത് അദ്ദേഹം വലിയ ചർച്ചാ വിഷയമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന് ഇടപെടേണ്ടി വന്നു. ഇക്കുറിയും അദ്ദേഹം അത് ഉയർത്തി. ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് വിശദീകരിച്ചു, ഇരട്ട വോട്ടുകളൊക്കെ നീക്കം ചെയ്തു എന്നുള്ളത്. ഈ അടൂർ പ്രകാശ് എന്നുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിന് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ്, അതുപോലെ ആത്മവിശ്വാസം, അത് എത്രത്തോളം വലുതാണ്? അടൂർ പ്രകാശ് നല്ല ഒരു പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ മാനേജറാണ്. അത് ഇപ്പൊ മാത്രമല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, KSUവിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, അദ്ദേഹം KPCCയിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, എല്ലാ സമയത്തും അദ്ദേഹം നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും നല്ല പൊളിറ്റിക്കൽ മാനേജർ ആവുകയും നല്ല PR കാത്തു സൂക്ഷിക്കുകയും ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് സപ്പോർട്ട് മെക്കാനിസം എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോന്നിയിൽ മത്സരിക്കുമ്പോൾ, കോന്നി സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. VS ചന്ദ്രശേഖര തുടങ്ങിയ, പത്മകുമാർ തുടങ്ങിയവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. പക്ഷെ അടൂർ പ്രകാശ് അവിടെ വന്നതോടുകൂടി കോന്നിയുടെ പൊളിറ്റിക്കൽ ഫേസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഫേസ് അടൂർ പ്രകാശ് മാറ്റി. ഇവിടെ ആറ്റിങ്ങൽ വന്നപ്പോൾ സമ്പത്തിനെ പോലെ വളരെ പരിചയസമ്പന്നനായ, മണ്ഡലത്തെക്കുറിച്ച് നന്നായിട്ടറിയാവുന്ന ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ അതുപോലെ തന്ത്രങ്ങൾ അറിയുന്ന ഒരു കോൺഗ്രസ്സുകാരനായിരിക്കണം. അടൂർ പ്രകാശ് ഒഴിച്ച് വേറെ ആരെങ്കിലും, ഈവൻ വക്കം പുരുഷോത്തമൻ പോലും അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ തോറ്റുപോകുമായി. പക്ഷെ അടൂർ പ്രകാശ് തന്റെ തന്ത്രങ്ങളല്ലാത്ത ഒരു രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുകയും വളരെ ബുദ്ധിപൂർവം ഇലക്ഷനെ നേരിടുകയും ചെയ്ത നേതാവാണ്. ഒരു സംശയവുമില്ല. ഇതിലൊന്നും കേരളത്തിലുള്ള ഒരു പത്രപ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി അടൂർ പ്രകാശിനെ തുണച്ച രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ വരവ്. രാഹുൽ ഗാന്ധിയുടെ വരവിലൂടെ എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും ഒരു 10% അല്ലെങ്കിൽ 12% വോട്ടുകൾ
നിഷ്പക്ഷ വോട്ടുകൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിന്ന വോട്ടുകളെ സ്വാധീനിക്കാൻ. രണ്ടാമതായി, അടൂർ പ്രകാശിന്റെ സമുദായം എൻ ബ്ലോക്കായിട്ട് അടൂർ പ്രകാശിന് പിന്നിൽ അണിനിരന്നു. അതിലുപരി ശിവഗിരി മഠത്തിന്റെ സപ്പോർട്ടും അടൂർ പ്രകാശിന് ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് കടന്നു കയറിയതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നു. 50,000-ൽ താഴെയുള്ള മാർജിൻ ഒന്നും അത്ര വലിയ കാര്യമല്ല. ശശി തരൂര് പോലും ഈ അവിടെ തിരുവനന്തപുരത്ത് വലിയ മാർജിനോടുകൂടി ജയിച്ചു. അതിൽ ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ അനുകൂല ഘടകങ്ങൾ ഇല്ലാതായ ഒരു കോൺഗ്രസ് നേതാവ്. ബാക്കി ഒട്ടുമിക്കവാറും നേതാക്കന്മാർ വളരെ ജനകീയനായിട്ടുള്ള ഇന്നസെന്റ് പോലും ബെന്നി ബെഹനാനോട് തോറ്റത് വലിയ മാർജിനിലാണ്. അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ആരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമല്ല. പക്ഷെ ഈ തവണത്തെ 2024 ഇലക്ഷൻ 2019 നിന്ന് വളരെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. പ്രകടമായിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധി വേവ് കേരളത്തിൽ അലയടിക്കുന്നതായിട്ട് കാണുന്നില്ല. രണ്ടാമത്, BJP അഗ്രസീവായിട്ട് ഒരു അക്കൗണ്ട് തുറക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ക്രിസ്ത്യൻസിൽ ഒരു വല്ലാത്ത ഡിവിഷൻ ഉണ്ടാക്കാനായിട്ട് ഈ മണിപ്പൂര് പോലും ഉണ്ടായിട്ടും ചില ക്രൈസ്തവ സഭകൾ BJPയെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പിന്നീട് ഈഴവ കമ്മ്യൂണിറ്റി, അവർ വെള്ളാപ്പള്ളിയുടെ കൂടെയാണോ മറ്റുള്ളവരുടെ കൂടെയാണോ എന്നുള്ളതല്ല, ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയൊരു പങ്ക്, ചിലപ്പോൾ 10%, 5%, അവർ BJPയെ സ്വാഗതം ചെയ്യുന്നതിന്റെ വക്കിലാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആറ്റിങ്ങലിൽ ആര് ജയിക്കും ആര് തോൽക്കും പറയാനായിട്ട് പറ്റില്ല. കാരണം കെ മുരളീധരൻ സ്വാധീനിക്കുന്ന വോട്ടുകളിൽ ഇവരുടെ ജയാപജയങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ നേരത്തെ ഈ സാമുദായിക ഘടനകളെ കുറിച്ച് സൂചിപ്പിച്ചു. മണ്ഡലത്തിലൊരു വോട്ടർമാരുടെ കണക്കെടുത്താൽ ക്രിസ്തുമത വിശ്വാസികൾ 19% വരും, മുസ്ലിങ്ങൾ 13.7%, ബാക്കി 67% ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ഈഴവ സമുദായമാണ്. ശിവഗിരിയൊക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലം നേരത്തെ ജീവൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് അത് ഈ 3 സ്ഥാനാർത്ഥികൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ മുസ്ലിം വോട്ട് അതായിരിക്കുമോ ഈ മണ്ഡലത്തിൽ നിർണായകമായിട്ട് വരിക? തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന്റെ വോട്ടിനൊരു നിർണായക പങ്കുണ്ട്. ഞാനത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഈ 19% വോട്ടുകൾ അല്ലെങ്കിൽ 13% വോട്ടുകൾ ഇപ്പോ തിരുവനന്തപുരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആറ്റിങ്ങലിലെ ചിത്രം. പിന്നെ മോറോളസ് ആറ്റിങ്ങലിലെ മുസ്ലിംസ് വളരെ സെക്യുലറായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരിൽ കമ്മ്യൂണൽ എലമെന്റ് ഉള്ളത് വളരെ മൈക്രോ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോ അവർക്ക് അവരുടെ പാറ്റേൺ ഓഫ് വോട്ടിംഗ് ഉണ്ട്. അപ്പൊ അവരൊരു കോൺഗ്രസ്സുകാരായിരുന്നവർ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവർ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യും. അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു കോൺഫിഗറേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ സമൂഹവും ഈഴവ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഹിന്ദു സമൂഹവും വളരെ വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റെസ്പോൺസ് അവിടെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റവരെ ഞാൻ മാറ്റിയിരുന്നത്. അത് ഇപ്പൊ രാജീവ് ശങ്കരും പറഞ്ഞ പോലെ
അവരുടെ വോട്ടുകളെ സ്വാധീനിക്കും. പക്ഷെ അവരുടെ വോട്ടുകൾ ഒരു ട്രഡീഷണൽ പാറ്റേണിലുള്ളതാണ്. അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നടത്തിയ ഒരു പഠനങ്ങളും, കാരണം വെച്ചാൽ മുസ്ലിം ലൊക്കാലിറ്റിയിൽ പോയപ്പോഴൊക്കെ വി മുരളീധരന് ലഭിച്ച റെസ്പോൺസ് വളരെ നെഗറ്റീവായിരുന്നു. അതുപോലെ കോൺഗ്രസ് അടൂർ പ്രകാശിന് ലഭിച്ച റെസ്പോൺസും അത്ര നല്ലതായിരുന്നില്ല. അതേസമയം വി ജോയ്ക്ക് ലഭിച്ച റെസ്പോൺസ് വളരെ മികച്ചതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. നമ്മൾ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട, ഇതിലെല്ലാം 2021 ഇടതുമുന്നണി ജയിച്ചതാണ്. അതിൽ ചിലത് CPIM ശക്തമായ സ്വാധീനവും നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോൾ അരുവിക്കര പോലെയുള്ള മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട്. ഇക്കുറി ഇടതുമുന്നണി ജയിച്ചു എങ്കിൽ പോലും ഈ വോട്ടുകൾ, ഈ CPM നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ അത് ഉറപ്പിക്കാനായാൽ വിജോയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടാവുമോ? ശരിയാണ് രാജീവ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ മലയാളി സൈക്കിൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരല്ല, ആണോ? കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തവണ ഒരു 13-14 മണ്ഡലങ്ങളെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതാണ്, മികച്ച സ്ഥാനാർത്ഥികൾ. മിക്ക മണ്ഡലങ്ങളിലും LDF മാത്രം ജയിച്ച നിയമസഭാ മണ്ഡലങ്ങൾ. അങ്ങനെയല്ല സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ 2019 മിനിമം 10 മണ്ഡലങ്ങളിലും ജയിക്കണ്ടേ? വോട്ടിംഗ് ശതമാനത്തിൽ വളരെ നേരിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. ഈ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടർമാർ ഒരു പ്രത്യേകതരം എന്താ പറയാ ഒരു സൈക്കോളജിയാണ് അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണയാണെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മൈനോറിറ്റീസ്, അതായത് ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും കോൺഗ്രസിലേക്ക് ചായുന്നതിന് വേണ്ടി സഹായിക്കും. അതിനുശേഷം അത് നടന്നില്ല എന്ന് വന്നപ്പോൾ 2024 രാഹുൽ ഗാന്ധി വന്നപ്പോൾ, വയനാട്ടിൽ വന്നപ്പോൾ പോലും 2019 ഉണ്ടായ ഒരു വലിയ ആഹ്ലാദമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹൈപ്പോ ഉണ്ടായില്ല ഈ തവണ. അപ്പോ അത് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലയാളി വോട്ടർമാരുടെ അഭിലാഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മിക്കവാറും നാഷണൽ പാർട്ടീസുമായിട്ട് ഒത്തുപോകുന്ന ഒരു സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് CPM വോട്ട് ചെയ്തിട്ട് കാര്യമെന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും പല ഇടതുപക്ഷക്കാരുടെയും മനസ്സിലുണ്ടാവാണ്. അപ്പൊ അത് ചോദ്യം വരുമ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്താലും CPM വോട്ട് ചെയ്താലും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ആ ഒരു സൈക്കിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് CM-ഉം അതുപോലെ ഇടതുപക്ഷവും ഒരു സ്പെസിഫിക് ടാർഗറ്റോട് കൂടിയിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വരം ശക്തമായാൽ മാത്രമേ മൈനോറിറ്റീസിന് രക്ഷയുള്ളൂ എന്നുള്ളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. അത് വളരെ സ്പെസിഫിക്കലി ടാർഗറ്റിംഗ് ഓൺ കോൺഗ്രസ്. അതായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും, അതേസമയം കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ടോട്ടൽ ക്യാമ്പയിൻ. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പാറ്റേൺ അഡോപ്റ്റ് ചെയ്തുകൊണ്ടോ ഒരു പോൾ അരിത്മെറ്റിക് ഓൺ ദ പ്രീവിയസ് എലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ നമുക്ക് കേരളം എങ്ങോട്ട് പോകുന്നു, കേരളം ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു
പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താനാവില്ല. ഇപ്പൊ പല പോൾ പ്രഡിക്ഷൻസും കാണുമ്പോൾ ഉള്ളിൽ ചിരി വരാറുണ്ട്. നല്ല ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്, പക്ഷേ ഇന്ന ഘടകങ്ങൾ ഇന്ന ആൾക്കാർക്ക് സ്വാധീനിക്കും. ഇതൊന്നുമല്ല പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ജനത്തെ സ്വാധീനിക്കാം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട്, അതുമാത്രമല്ല അത് കൂടാതെ വേറൊന്ന് കാര്യം കൂടി കേരളം തീരുമാനിക്കുന്നത്, നിങ്ങൾ ആരെ തോൽപ്പിക്കണം അതുകൂടി കേരളം തീരുമാനിച്ചു. ഈ രണ്ട് വസ്തുതകളും തമ്മിലുള്ള ഒരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാഴ്ചയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, വി മുരളീധരൻ കേന്ദ്രമന്ത്രി, BJP സ്ഥാനാർത്ഥി, അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ ആറ്റിങ്ങലിലെ ജയപരാജയങ്ങളെ നിർണ്ണയിച്ചേക്കാം എന്ന്. 2019 സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിയപ്പോൾ ഇടതുപക്ഷത്തിനാണ് വോട്ട് കുറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇക്കുറി വി മുരളീധരൻ കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കുക ഇടതുപക്ഷത്തിനായിരിക്കില്ലേ? ശരിയാണ് രാജീവ് ശങ്കരൻ. കഴിഞ്ഞ തവണ അത്തരം ഒരു കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ CPM-ലെ നെഗറ്റീവ് വോട്ടിംഗ് പാറ്റേൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, CPM-ൽ ഉള്ളവർ നോട്ടയ്ക്ക് വോട്ട് കുത്തുന്നതിന് പകരം BJP-ക്ക് വോട്ട് കുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുന്നത് മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസും. അതേസമയം ഇപ്പോഴും ഈ CPM-നോടൊപ്പം CPM വല്ലാത്ത പരിഗണനയൊന്നും ലോവർ ക്ലാസ്സിൽ നൽകുന്നില്ലെങ്കിലും, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിലും, ഇപ്പോഴും CPM-നൊപ്പം വർഗീയതയെ ചെറുത്തുകൊണ്ട് നിൽക്കുന്നത് ലോവർ ക്ലാസ്സാണ്. ചിലപ്പോൾ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നാം. അധികാരം പങ്കിടുന്നത് മുഴുവൻ ഭരണവർഗത്തിൽ മധ്യവർഗവും ഉപരിവർഗവുമായിരിക്കുമ്പോഴും അത്തരം പ്രവണതകളെ ചെറുത്തുകൊണ്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് ഈ താഴെക്കിടയിലുള്ള ഒരു അടിസ്ഥാന വർഗം. അപ്പോൾ അത് ഒരു ഫാക്റ്റാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ്. അവരെ ശബരിമല സ്വാധീനിക്കുന്നില്ല, അവരെ മറ്റ് കാര്യങ്ങളൊന്നും സ്വാധീനിക്കുന്നില്ല. അവരെ ഈവൻ അവർക്ക് പെൻഷൻ കിട്ടിയോ എന്നുള്ള, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയോ എന്നുള്ള കാര്യം പോലും അവരുടെ വോട്ടിംഗ് പാറ്റേണെ അടിസ്ഥാനപരമായിട്ട് ആധാരമാക്കുന്നില്ല. ഭരണവർഗത്തിന്റെ അഹന്തകൾ അവർ ചിന്തിക്കുന്നില്ല. ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അനുമാനം എന്താണെന്ന് വെച്ചാൽ, ഇക്കുറി വി മുരളീധരൻ നേടുന്ന വോട്ടുകൾ കൂടുതലും അടൂർ പ്രകാശിന്റെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ വല്ലാത്ത രീതിയിൽ ഒരു അതായത് ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്നും ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും പ്രചരിപ്പിക്കുന്നു. ഇരട്ട വോട്ടുകൾ ഉണ്ടാവും, കാരണം പ്രചരണമെന്ന് ഞാൻ പറയുന്നില്ല. അവർ ഒരു പ്രധാന വിഷയമായിട്ട് ഇലക്ഷനിൽ അഭിസംബോധന ചെയ്യും. അവിടെ നോക്കിയാൽ അറിയാം, ആറ്റിങ്ങലിൽ കോൺഗ്രസ് പറയുന്നു പ്രധാന മത്സരം LDF-ഉം UDF-ഉമായിട്ടാണെന്ന്. അപ്പോൾ തമസ്കരിക്കുന്ന ഒരു പാർട്ടി, അതും പ്രധാനമായിട്ട് ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആ പാർട്ടിയെ തമസ്കരിക്കുന്ന ഒരു
ഒരു അത്തരത്തിലുള്ള അപ്രോച്ച് അവിടെ വിജയത്തെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ വിജയത്തെ ഏറ്റവും കൂടുതൽ വിജയത്തെ നമ്മുടെ വെച്ചാൽ അവരുടെ വിജയ സാധ്യതകളെ പരീക്ഷിക്കുന്നത് BJP ആണെന്ന് നമുക്ക് മനസ്സിലാവും. രാജീവ് ശങ്കറിനും അറിയാം, ഒരുപാട് ഇലക്ഷൻ നിങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇക്കുറി BJP പിടിക്കുന്ന ഓരോ വോട്ടൊന്നില്ലെങ്കിലും 50 വോട്ടിൽ 45 വോട്ടും അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങിൽ സംശയം. റൈറ്റ്, അതാണ് ആറ്റിങ്ങലിൻ്റെ മത്സരചിത്രം. ഇടതുമുന്നണിക്ക് ശക്തമായ രാഷ്ട്രീയ വേരോട്ടമുണ്ട്. അതോടൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സാന്നിധ്യം BJPക്ക് അധികമായി നൽകുന്ന വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ ആരുടേതായിരിക്കും എന്നുള്ളതാണ് ആറ്റിങ്ങലിൻ്റെ വിധി നിർണ്ണയിക്കുക. BJP വോട്ടുകൾ കടന്നു കയറുന്നത് UDF വോട്ടുകളിലേക്കാണെങ്കിൽ അടൂർ പ്രകാശിന് ഒരുപക്ഷെ അടിതെറ്റാം. ആറ്റിങ്ങൽ പ്രവചനങ്ങൾക്ക് അപ്പുറത്താണ് 2024.